ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഈ വൈശാഖ മാസത്തിൽ ഭക്ത്യാദരങ്ങളോടെ സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 22 അജാമിളോപാഖ്യാനം വരികൾ സഹിതം പാരായണം തുടരുന്നു. അജാമിളൻ മരിക്കാറായപ്പോൾ ഭയങ്കരരായ യമദൂതരെ മുമ്പിൽ കണ്ട് ഭയന്ന് മുമ്പ് അങ്ങയെക്കുറിച്ചുണ്ടായിരുന്ന സ്മരണയോടെ വാസനാബലത്താൽ നാരായണൻ എന്നു പേരുള്ള മകനെ പേര് ചൊല്ലി വിളിച്ചു. അതായത് നാരായണ എന്ന് നീട്ടി വിളിച്ചു. ശ്ലോകം 4. ദുരാശയസാഭിതദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാമനോരമാഃ. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാമനോരമാഃ. സ്വതവേ തന്നെ ദുരാത്മാവായിരുന്നെങ്കിലും അയാളുടെ വായിൽ നിന്ന് നിർഗളിച്ച നാരായണ എന്ന പേരിൻ്റെ മഹാത്മ്യത്താൽ ചതുർഭുജധാരികളും മഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞ മനോഹര രൂപികളായ വിഷ്ണു പാർഷദർ അവൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു. ശ്ലോകം 5. അമം ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചിതേത്യാരു ദുർബലാദമീ നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നവേദയൻ. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചതേത്യാരു ദുർബലാത്മീ നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നവേദയൻ. ആ വിഷ്ണു പാർഷദന്മാർ അജാമിളനെ യമപാശത്താൽ ബന്ധിച്ച് വലിച്ചിഴയ്ക്കുന്നത് കണ്ട് അവരെ ബലമായി തടഞ്ഞുകൊണ്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ ആ യമഭടന്മാർ അവൻ ചെയ്ത പാപം മുഴുവനും അവരെ അറിയിച്ചു. ശ്ലോകം 6. ഭവന്തു പാപാനി കഥന്തു നിഷ്കൃതേ കൃതേ വിഭൂദണ്ഡനം അസ്തി പണ്ഡിതാഃ ന നിഷ്കൃതേ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരേ. ഭവന്തു പാപാനി കഥന്തു നിഷ്കൃതേ കൃതേ വിഭൂദണ്ഡനം അസ്തി പണ്ഡിതാഃ ന നിഷ്കൃതേ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭു ത്വത്പുരുഷാ ബഭാഷിരേ. അപ്പോൾ ആ വിഷ്ണു പാർഷദന്മാർ ആ യമഭടന്മാരോട് ചോദിച്ചു, അല്ലയോ പണ്ഡിതമാനികളെ, ശരി, പാപം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ പാപത്തിന് പ്രായശ്ചിത്തം പരിഹാരം ചെയ്തു കഴിഞ്ഞാലും ശിക്ഷയുണ്ടോ? അജാമിളൻ മകന്
നാരായണൻ എന്ന നാമമിടുകയും അജാമിളൻ മകന് നാരായണൻ എന്ന നാമമിടുകയും ആ പേര് കൂടെ കൂടെ വിളിക്കുകയും ചെയ്തു. അത് ഭഗവത് നാമമായതിനാൽ അജാമിളൻ്റെ പാപം നശിച്ചു. അതാണ് വിഷ്ണുദൂതർ അവനെ കൊണ്ടുപോകാനെത്തിയത്. ആ കാര്യം യമദൂതർക്ക് അറിയില്ലേ എന്നാണ് അവർ ചോദിച്ചതിനർത്ഥം. നമസ്തേ. ഈ വൈശാഖ പുണ്യത്തിൽ ഭഗവാന്റെ നാമമഹിമയുള്ള ഈ അജാമിളോപാഖ്യാനം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.